നമസ്കാരം. ഓണത്തിൻ്റെ മറ്റൊരു വിശേഷവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓണം എന്നാണെന്നും പൂക്കളമിടുന്നതിനെക്കുറിച്ചും സദ്യ ഉണ്ടാക്കുന്ന രീതിയും സദ്യ വിളമ്പുന്ന രീതിയെക്കുറിച്ചും സംസാരിച്ചു. ഓണത്തിൻ്റെ സന്തോഷം പൂക്കളമിടുന്നതും സദ്യ കഴിക്കുന്നതും പുതിയ വസ്ത്രങ്ങൾ ഇടുന്നതും മാത്രമാണോ? ഓണം ഒരുമയുടെ ഉത്സവമെന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം അന്നത്തെ ദിവസം എത്ര തിരക്കാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ പൂക്കളമിട്ടും ഭക്ഷണം കഴിച്ചും മാത്രം സമയം കളഞ്ഞാൽ മതിയോ? കുറച്ച് രസകരമായ കളികൾ കൂടി ഈ ദിവസം ഉൾപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഓൺലൈൻ ഗെയിമുകളായിരിക്കുമെന്ന്. എന്നാൽ അല്ല. ഓണത്തിന് വീടുകളിൽ കളിക്കാൻ പറ്റുന്ന പരമ്പരാഗത കളികൾ നമുക്ക് ഈ വർഷം വീടുകളിൽ കളിക്കാം. ഇന്ന് നമുക്ക് രണ്ട് കളിയെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും കേട്ടുകേൾവിയുള്ള ഒരു കളിയായിരിക്കും കുട്ടിയും കോലും. പണ്ട് ഓണക്കാലത്ത് ഇത് വീടുകളിൽ ആളുകൾ കളിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയുമോ എന്ന കാര്യം സംശയമാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടി നമുക്കിതിനെക്കുറിച്ച് വിശദമായി ഒന്ന് സംസാരിക്കാം. പണ്ടൊക്കെ ഓണക്കാലത്ത് മാത്രമല്ല കുട്ടികൾ ഇത് കളിക്കുന്നത്. അവധിക്കാലത്തും കളിക്കുന്ന ഒരു നാടൻ കളിയാണ് കുട്ടിയും കോലും. കൊട്ടിയും പുള്ളും, ചട്ടിയും കോലും, ചൊട്ടയും മണിയും, ഇട്ടിയും കോലും, ചുള്ളിയും വടിയും എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരുകളിലായാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഒരു മുഴം നീളമുള്ള കട്ടിയുള്ള വടിയാണ് കോലായി ഉപയോഗിക്കുന്നത്. ഏതാണ്ട് 2.5 ഇഞ്ച് നീളമുള്ള ചെറിയ തടിയെ കുട്ടി എന്നും വിളിക്കുന്നു. നിലത്ത് നീളമുള്ള ഒരു ചെറിയ കുഴിയിൽ കുട്ടി വെച്ച് കോലുകൊണ്ട് അതിനെ അടിച്ചു തെറിപ്പിച്ചാണ് കളി തുടങ്ങുന്നത്. അടിച്ചു തെറിപ്പിക്കുന്ന കുട്ടിയെ നിലത്ത് വീഴാതെ പിടിച്ചാൽ കളിക്കുന്ന ആൾ പുറത്തു പോകും. കുട്ടിയെ കൈകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കളിക്കാരൻ കോല് കുത്തനെ നിർത്തും. തുടർന്ന് കുട്ടി വീണ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എതിർഭാഗം കോലിലേക്ക് കുട്ടി എറിഞ്ഞു കൊള്ളിക്കണം. കുട്ടി കോലിൽ കൊണ്ടാൽ കളിക്കാരൻ പുറത്തു പോകും. ഒന്നും കൂടെ പറയാം. കുട്ടി കൈകൊണ്ട് പിടിച്ചാലും കളിക്കാരൻ ഔട്ടാകും. അതുപോലെ കുട്ടി കോലിൽ എറിഞ്ഞു കൊള്ളിച്ചാലും കളിക്കാരൻ ഔട്ടാകും. പിന്നീട് അടുത്ത റൗണ്ടിൽ കുട്ടിയെ കോൽ കൊണ്ട് അടിച്ചു തെറിപ്പിക്കണം. അത് കളിക്കാരൻ പരമാവധി ശക്തി ഉപയോഗിച്ചായിരിക്കണം അടിച്ചു തെറിപ്പിക്കേണ്ടുന്നത്. അങ്ങനെ തെറിച്ചു വീഴുന്ന കുട്ടിയെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുകൾ കുഴി ലക്ഷ്യമാക്കി എറിയണം. കുഴിയിൽ കോലളവനുസരിച്ച് കുട്ടി എത്ര ദൂരെയാണോ കിടക്കുന്നത് അതാണ് അവർക്ക് കിട്ടുന്ന പോയിന്റ്. കളിക്കാരൻ ഏത് പോയിന്റിലാണോ നിൽക്കുന്നത് അതനുസരിച്ച് അടിക്കുന്ന രീതിയും മാറും. പോയിന്റിന്റെ അവസാന അക്കം 3 ആണെങ്കിൽ അയാൾക്ക് മുക്കാപ്പുറം കളിക്കണം. 7 ആണെങ്കിൽ കോഴിക്കാൽ കളിക്കണം. 1 മുതൽ 9 വരെ ഇങ്ങനെ ഓരോ പോയിന്റുകൾക്കും ഓരോ പേരുകളുണ്ട്. ആദ്യത്തെ 10 പോയിന്റുകൾ കളിക്കാരൻ തോറ്റുപോകാതെ നേടിയെടുത്താൽ ചൊട്ടയിൽ കയറുക എന്ന് പറയും. പിന്നീട് വീണ്ടും കളി തുടരാം. അതുപോലെ ഓണക്കാലത്ത് കളിക്കാൻ പറ്റുന്ന മറ്റൊരു പഴയ കളിയാണ് കിളിത്തട്ടുകളി. ഇതിന് തട്ടുകളി എന്നും മറ്റൊരു പേരുണ്ട്. മണ്ണിൽ വലിയ ചതുരാകൃതിയിലാണ് കിളിത്തട്ട് വരയ്ക്കുന്നത്. എന്നിട്ട് തട്ടിനെ നീളത്തിൽ 2 തുല്യ ഭാഗങ്ങളാക്കും. എന്നിട്ട് വീണ്ടും കുറുകെ 5 തട്ടുകളായി അതിനെ ഭാഗിക്കും. 2 ടീമുകളായിട്ടാണ് കിളിത്തട്ട് കളി കളിക്കുക. ഒരു ടീമിൽ 5 പേര് വീതമാണ് ഉണ്ടാകുക. ടീമിൽ നിന്നും ഒരാൾ കിളി എന്ന് പറയും. ബാക്കി ആളുകൾ തട്ടിലെ കളങ്ങളുടെ വരകളിലായി നിൽക്കണം. കിളിയായി നിൽക്കുന്ന ആള് കൈ കൊട്ടിക്കഴിഞ്ഞാൽ കളി തുടങ്ങാം. അപ്പോൾ എതിർ ടീമിലുള്ളവർ ഓരോ കളത്തിലും കയറി നിൽക്കണം. കിളി നിൽക്കുന്ന സൈഡിലെ വരയിൽ നിൽക്കുന്നവരുടെ അടി കിട്ടാതെ വേണം എതിർ ടീമിലുള്ള ആളുകൾ കളത്തിലോട്ട് ചാടാൻ. അടി കിട്ടിയാൽ ആ ആൾ ടീമിൽ നിന്നും പുറത്തു പോകും. ബാക്കിയുള്ളവർ അതുപോലെ ചാടി പുറത്തിറങ്ങിയിട്ട് തിരിച്ചകത്ത് കയറണം. കിളിക്ക് കളത്തിന്റെ ഏത് വരയിൽ കൂടി വേണമെങ്കിലും പോയി എതിരാളിയെ അടിച്ചു പുറത്താക്കാൻ അനുവാദമുണ്ട്. കളിക്കാനായി ഇറങ്ങിയ ടീമിലെ അവസാന ആളും പുറത്തിറങ്ങിയ ശേഷം അവർ ഉപ്പ് വെക്കണം. കളത്തിന് അകത്തുള്ളവർ പച്ചയാണ്. ഉപ്പും പച്ചയും ഒരുമിച്ച് ഒരു കളത്തിൽ വന്നാൽ അത് ഫൗളായി പ്രഖ്യാപിക്കും. കളിക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കളങ്ങളുടെ വലിപ്പം കൂട്ടാൻ സാധിക്കും. ചില ഭാഗങ്ങളിൽ ഇതിനെ ഉപ്പുകളി എന്നും പറയാറുണ്ട്. ഇന്ന് പറഞ്ഞ 2 കളികളും ഓണക്കാലത്ത് മാത്രമല്ല അവധി ദിവസങ്ങളിലും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ കളിക്കുമായിരുന്നു. ഇന്ന് ഇതൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ഈ കളികളൊക്കെ പരീക്ഷിച്ചു നോക്കാം. നിങ്ങളുടെ നാട്ടിൽ ഓണക്കാലത്ത് കളിക്കുന്ന രസകരമായ കളികൾ ഏതാണെന്ന് കമന്റ് ചെയ്യുക. ഓണത്തിന്റെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.